Meet the editors. വയനാടിനെ വലയ്ക്കുന്നു എന്നാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, ഇന്നിപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ നിവേദനത്തിന് അമിത്ഷാ കൊടുത്ത മറുപടിയാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഒപ്പം ഹൈക്കോടതി നാളെ സംസ്ഥാനത്തിന് എത്ര തുക വേണം എന്നുള്ളത് വ്യക്തമാക്കണമെന്ന് പറയുന്നു. കേന്ദ്രം എത്രയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് വ്യക്തമാക്കണം. നാളെ ഇക്കാര്യത്തിലൊരു ക്ലാരിറ്റി വന്നേക്കാനാണ് സാധ്യത. പക്ഷേ അപ്പോഴും കേരളം വൈകിപ്പിച്ചുവെന്ന് കേന്ദ്രം പറയുന്നു. കേരളം മെമ്മോറാണ്ടവും അസസ്മെൻറ്റ് റിപ്പോർട്ടും ഒക്കെ കൊടുത്തിട്ട് കേന്ദ്രം വൈകിപ്പിക്കുമെന്ന് കേരളവും പറയുന്നു. വയനാടിനെ ചൂരൽമല മുണ്ടക്കയിൽ ദുരന്തബാധിതരെ വലയ്ക്കുകയാണോ? എന്താ സംശയം? ചൂരൽ മുണ്ടക്കൈ ദുരന്തബാധിതർ അവർ ഈ നിമിഷവും വലിയ ദുരിതത്തിൽ തന്നെയാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ലല്ലോ. ഇന്നിപ്പോൾ നാളെ കോടതിയിൽ ഈ കണക്കുകൾ രണ്ടു കൂട്ടരും പറയുമ്പോൾ വ്യക്തത വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിനകത്ത് ഒരു കാര്യത്തിൽ വ്യക്തത ഓൾറെഡി ഉണ്ടല്ലോ. 2220 കോടിയാണല്ലോ കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത് കേന്ദ്രത്തിൻ്റെ സഹായമായിട്ട്. അപ്പം അത്രയും തുക ആവശ്യമാണെന്ന് കേരളം കേന്ദ്രത്തോട് കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് അക്കാര്യത്തിലൊരു വ്യക്തതയുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യത്തിലാണ് വ്യക്തത യഥാർത്ഥത്തിൽ വരേണ്ടത്. അത് കേന്ദ്രം എത്ര രൂപ നൽകാൻ തീരുമാനിക്കുന്നു എന്നൊരു കാര്യം കോടതിക്ക് മുമ്പാകെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എത്ര അൺഫോർച്ചുനേറ്റ് ആണ് ഒരു കോടതിക്ക് ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് ഇതൊരു നിയമപ്രശ്നമാക്കി മാറ്റി. എന്താണ് ഇപ്പോൾ കോടതി പറഞ്ഞത്? ഇതൊക്കെ ടെക്നിക്കലായിട്ട് പറയേണ്ട കാര്യങ്ങളാണോ? സാങ്കേതികത്വത്തിൽ കുടുങ്ങിക്കിടക്കേണ്ട മനുഷ്യരാണോ ഈ വയനാട്ടിലെ ഈ ദുരന്തബാധിതർ എന്നൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് കേന്ദ്രം കേരളത്തെ പഴി പറയുന്നു, കേരളം കേന്ദ്രത്തെ പഴി പറയുന്നു. ഇങ്ങനെ പരസ്പരം പഴിചാരുന്നതിനിടയിൽ ആയിരക്കണക്കിന് മനുഷ്യർ വയനാട്ടിൽ അവരുടെ ദുരിതത്തിൽ അതിൻ്റെ ദുഃഖം മാത്രമല്ല എല്ലാ ദിവസവും അവരെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് പ്രതിസന്ധിയിലായിരിക്കും ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. അതിനകത്തൊരു തർക്കവുമില്ലല്ലോ. ഇപ്പോൾ ചില കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്തു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോൾ അവിടെ വളരെ പെട്ടെന്ന് തന്നെ 1000-ഓളം ആളുകൾക്ക് 10,000 രൂപയുടെ അടിയന്തര സഹായം എത്തിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് 6 ലക്ഷം രൂപ കൊടുത്തു. ഏതാണ്ട് 3 മാസത്തോളം ഓരോ കുടുംബത്തിനും 300 രൂപ വീതം കൊടുത്തു. ഏതാണ്ട് 800 ഒരു ദിവസം 300 രൂപ വെച്ച് 3 മാസത്തോളം ആ പൈസ കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ 850ഓളം കുടുംബങ്ങൾക്ക് ഇപ്പോഴും 6000 രൂപ വെച്ചിട്ട് ഒരു മാസം വാടക കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചില കാര്യങ്ങൾ സർക്കാർ ചെയ്തു എന്ന കാര്യത്തിൽ സംശയമില്ല. തിരിച്ചിപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് എന്താണ്? ഞങ്ങൾ NDRFന് വിട്ടതിൻ്റെ ചിലവ് ഞങ്ങൾ നോക്കിയിട്ടുണ്ട്, എയർഫോഴ്സിന് വിട്ടതിൻ്റെ ചിലവ് ഞങ്ങൾ നോക്കിയിട്ടുണ്ട്, ബെയിലി പാലം പണിതതിൻ്റെ ചിലവ് ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രാഥമികമായ കാര്യങ്ങളാണ്. എന്നാൽ കേന്ദ്രത്തിനും കേരളത്തിനും കൂട്ടുത്തരവാദിത്വം ഈ കാര്യത്തിലുണ്ട്. കാരണം ആയിരക്കണക്കിന് മനുഷ്യർ ഈ നിമിഷവും ദുരിതത്തിൽ തന്നെയാണ്. ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കണം എന്നുള്ളതാണ്. നമുക്ക് സമ്മതിക്കാം, പുനരധിവാസം എന്ന് പറയുന്നത് ഒറ്റ രാത്രി കൊണ്ട് നടക്കുന്നൊരു പരിപാടിയല്ല. പുനരധിവാസം എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടത് അവിടെയുള്ള ഈ മനുഷ്യർ മരിച്ചു, അതിനുശേഷം ആയിരക്കണക്കിന് വീടുകൾ തകർന്നു, അവിടുത്തെ ആരാധനാലയങ്ങളില്ലാതായി, കളിസ്ഥലങ്ങളില്ലാതായി, റോഡുകളില്ലാതായി, അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ ആ സ്ഥലത്ത് പൂർണ്ണമായും സംഭവിച്ചപ്പോഴത്തേക്കും എന്താണ് നമ്മൾ തീരുമാനിച്ചത്? ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കാം എന്നാണ് തീരുമാനിച്ചത്. ആ ടൗൺഷിപ്പ് ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു മാസ്റ്റർ പ്ലാൻ വേണം, അതിനൊരു എസ്റ്റിമേറ്റ് വേണം. അപ്പോൾ ഇതൊക്കെ കണക്കാക്കി ഒരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞ് കുറച്ച് സമയം എടുക്കുന്ന ഒരു പരിപാടി തന്നെയാണ്. അപ്പോഴും ഈ മനുഷ്യരുടെ ദുഃഖം, ദുരിതം അവസാനിപ്പിക്കാൻ അടിയന്തരമായി ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാമായിരുന്നു. ഈ നിമിഷവും നമുക്കറിയാമല്ലോ, ഒരു പുനരധിവാസ പ്രവർത്തനവും അവിടെ ആരംഭിച്ചിട്ടില്ല, ഒരു നിർമ്മാണ പ്രവർത്തനവും അവിടെ ആരംഭിച്ചിട്ടില്ല. 2 എസ്റ്റേറ്റുകൾ സർക്കാർ എടുത്ത് അപ്പം തന്നെ കോടതിയിലേക്ക് പോയി. ഈ രീതിയിലൊക്കെ ഉള്ള പ്രതിസന്ധികൾ നിൽക്കുമ്പോഴാണ് നമ്മൾ കിട്ടേണ്ട സഹായത്തെക്കുറിച്ചും നമ്മൾ മുടക്കേണ്ട പണത്തെക്കുറിച്ചും തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മുടെ സുഖസൗകര്യങ്ങൾ ഇരുന്നുകൊണ്ട് ഈ തർക്കങ്ങളിലൊക്കെ ഏർപ്പെടാൻ കേട്ടോ, ഒരു പ്രശ്നമില്ല. പക്ഷേ അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് മനുഷ്യർ അവിടെ സ്വന്തം വീട് നഷ്ടപ്പെട്ട്, ഉറ്റ ബന്ധുക്കളെ നഷ്ടപ്പെട്ട്, മക്കളെ നഷ്ടപ്പെട്ട്, ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട് ഒക്കെ ദുരിതത്തിൽ കഴിയുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നു. അവരുടെ കണ്ണീരൊപ്പാനുള്ള ബാധ്യത കേന്ദ്ര സർക്കാരിനുമുണ്ട്, സംസ്ഥാന സർക്കാരിനുമുണ്ട്. ഇവിടുത്തെ തർക്കം എന്ന് പറയുന്നത് ഈ പറയുന്ന എത്രത്തോളം രൂപ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കും എന്നുള്ളതാണ്. 2219 കോടി രൂപയുടെ 2220 കോടി രൂപയുടെ ആവശ്യവുമായിട്ടാണ് നമ്മൾ കേന്ദ്രത്തെ സമീപിച്ചിരിക്കുന്നത്. അതിന് ആദ്യം തന്നെ അമിത്ഷാ പറഞ്ഞിരിക്കുന്ന ഒരു തർക്കം എന്ന് പറയുന്നത് വളരെ വൈകിട്ടാണ് ഈ പറയുന്ന പ്രോജക്റ്റുമായിട്ട് കേരളം എത്തിയിരിക്കുന്നതാണ്. നമുക്കറിയാമല്ലോ, ആഗസ്റ്റ് 10-ാം തീയതി പ്രധാനമന്ത്രി വന്ന് നേരിട്ട് ഈ ദുരിതം സംഭവിച്ച മേഖലയൊക്കെ കണ്ടു. അപ്പോൾ തന്നെ അദ്ദേഹം എന്തും കൈയഴിച്ച് സഹായിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്റർ മിനിസ്റ്റീരിയൽ സംഘം വന്നു, അവരവിടുത്തെ അസസ്മെൻറ്റ് നടത്തി. ഇതിനുശേഷം ആഗസ്റ്റ് 17-ാം തീയതി ഇവിടുന്ന് ഒരു മെമ്മോറാണ്ടം സബ്മിറ്റ് ചെയ്തു. പിന്നെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് നവംബർ 13-ാം തീയതി കൊടുത്തു. ഇങ്ങനെയൊക്കെയുള്ള സാങ്കേതികമായ കാര്യങ്ങളും അതിനിടയിൽ രാഷ്ട്രീയക്കാരുടെ വരവും പോക്കുമൊക്കെ സംഭവിക്കുന്നുണ്ട്, മന്ത്രിതല സംഘങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യത്തിലും ഒരു പുരോഗതിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് 4 മാസം കഴിയുമ്പോൾ നമ്മൾ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. ഈ നിമിഷം വരെ ഒരു പുരോഗതി അക്കാര്യത്തിനകത്തുണ്ടായില്ല. അത് അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായിട്ടുള്ളൊരു ആക്റ്റാണ് കേട്ടോ. അത് ആരുടെ ഭാഗത്തു നിന്ന് വീഴ്ച വന്നാലും. അപ്പം ഞാൻ പറയുന്നത്, ഈ പറയുന്ന സാങ്കേതികത്വത്തിൽ കുടുങ്ങിയാണോ ഇത്തരം സഹായങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്നൊരു പ്രശ്നമുണ്ട്. ഈ സാങ്കേതികത്വം എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യർ
ചേർന്നിരുന്ന് ഉണ്ടാക്കിയിട്ടുള്ള മാനദണ്ഡങ്ങളാണല്ലോ. ഈ മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് ആകാശത്ത് നിന്ന് പൊട്ടി വീണതോ ഏതെങ്കിലും വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തു വെച്ചിട്ടുള്ള മാറ്റാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ. ലെവൽ 3 ഇത് പ്രഖ്യാപിക്കണം, ഈ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാവശ്യം അവരെ സമീപിച്ചിരുന്നു കേന്ദ്ര സർക്കാരിനെ. ആ ഒരൊറ്റ തീരുമാനം എടുത്താൽ തന്നെ ഈ പ്രശ്നത്തിൽ ഒരുപാട് പരിഹാരങ്ങളുണ്ടാകും. അങ്ങനെയൊക്കെ നമുക്ക് തീരുമാനങ്ങളെടുത്ത് ഈ മനുഷ്യരെ സഹായിക്കാൻ കഴിയുന്നതാണ്. ആ സഹായം എന്തുകൊണ്ടോ സംഭവിക്കാതിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് കേന്ദ്രത്തിൽ നിന്നുള്ളൊരു അവഗണനയാണ്. ഇനി കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു പ്രശ്നമുണ്ടല്ലോ. CMDRF ഉണ്ട് അല്ലേ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ 1700 കോടി രൂപയുണ്ട് എന്നാണ് അവസാനത്തെ വിവരാവകാശ രേഖ പറയുന്നത്. 1700 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുണ്ട്. അത് ചിലവഴിക്കുന്നതിന് ഒരു മാനദണ്ഡവും ബാധകമല്ല. അത് സംസ്ഥാനത്തിന് തീരുമാനമെടുക്കാൻ കഴിയുന്നൊരു കാര്യമാണ്, മന്ത്രിസഭയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. അതിൽ തന്നെ 500 കോടിയിലേറെ രൂപ വന്നിരിക്കുന്നത് വയനാടിനെ സഹായിക്കാൻ വേണ്ടി ആളുകൾ സംഭാവന ചെയ്തിരിക്കുന്ന പൈസയാണ്. അപ്പോൾ ആ പൈസ എടുത്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയി കൂടാ എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയിട്ടുള്ള LDF മാർച്ചിൻ്റെ ഉദ്ഘാടനത്തിൽ നടത്തിയിട്ടുള്ള പ്രസംഗമുണ്ട്. അതിനകത്ത് ഇനിയിപ്പോൾ കേന്ദ്രം സഹായിച്ചില്ലെങ്കിലും ഞങ്ങൾ കേരളം വയനാടിനെ ഞങ്ങളോട് ചേർത്ത് നിൽക്കും, ഞങ്ങൾ വേണ്ടത് ചെയ്യും എന്ന് പറയുമ്പോൾ അത് ഈ പൈസയുടെ ബലത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ഇത് കൂടാതെ SDRFൽ ഞാൻ മനസ്സിലാക്കുന്ന 800 കോടി രൂപയുണ്ട്. അങ്ങനെ 2500 കോടിയോളം രൂപ കേരളത്തിൻ്റെ കയ്യിലുണ്ട്, വേണമെങ്കിൽ ചിലവാക്കാവുന്നതാണ്. അതിനുള്ള ഇനിഷ്യേറ്റീവ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതൊക്കെ രാഷ്ട്രീയമായ തീരുമാനം ഉണ്ടാകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രാഷ്ട്രീയമായ മനുഷ്യത്വപരമായ തീരുമാനം ഉണ്ടായെങ്കിൽ മാത്രമേ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയൂ. നമ്മളിതിൻ്റെ സാങ്കേതികത്വമൊക്കെ പറഞ്ഞുകൊണ്ട് കോടതിയിൽ ഇതിൻ്റെ കേസും ഒക്കെ നടപ്പാക്കി പിന്നീട് ഒരു മാസ്റ്റർ പ്ലാനും അതിൻ്റെ എസ്റ്റിമേറ്റും ഒക്കെ ഉണ്ടാക്കി പലതരത്തിലുള്ള തർക്കങ്ങളിൽ ഏർപ്പെട്ട് കുറച്ചൊക്കെ പിടിച്ചു വാങ്ങി കുറച്ചൊക്കെ കയ്യിൽ നിന്ന് വെച്ച് ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് അവിടെയൊക്കെ കുട്ടികളുണ്ടല്ലോ. ഈ വീടുകളിൽ ഈ കുട്ടികളടക്കമുള്ള അവരുടെയൊക്കെ വിദ്യാഭ്യാസം എന്താണ്, വിദ്യാഭ്യാസത്തിൻ്റെ സ്ഥിതി എന്താണ്? ഈ പോകുന്ന സമയത്തിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് വരും തലമുറ അനുഭവിക്കാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികളൊക്കെ വളരെ സുഖകരമായിട്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല സുഖകരമായ വീടുകളിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും കൃത്യമായ ശമ്പളം കിട്ടുന്നുണ്ട്, എല്ലാവർക്കും കൃത്യമായി ജോലിക്ക് പോകാൻ കഴിയുന്നുണ്ട്. പക്ഷേ ആയിരക്കണക്കിന് മനുഷ്യർ, നമ്മളെല്ലാവരും എന്താ പറയുക, ഹൃദയം ഇടുപ്പോടുകൂടി പറഞ്ഞല്ലോ ഒറ്റക്കെട്ടായി നിന്ന് വയനാടിനെ അങ്ങ് സഹായിച്ച് കളയും. ആദ്യ ദിവസങ്ങളിലൊക്കെ കണ്ണീർപ്പുഴ ഒഴുകുകയായിരുന്നു വയനാട്ടിൽ, ഈ ചൂരൽമലയിലും മുണ്ടക്കയിലുമൊക്കെ. ആ കണ്ണീർപ്പുഴയൊക്കെ വളരെ പെട്ടെന്ന് അവസാനിച്ചു എന്ന് മാത്രമല്ല ആ മനുഷ്യർ ഇപ്പോഴും ദുരിതത്തിൽ തന്നെയാണ്. അതുകൊണ്ട് സാങ്കേതികത്വം പറഞ്ഞ് അവസാനിപ്പിക്കുകയോ നീട്ടിക്കൊണ്ടുപോവുകയോ ചെയ്യേണ്ട ഒരു പ്രശ്നമല്ല ഇത്. ഇതൊരു കൂട്ടുത്തരവാദിത്വത്തിൻ്റെ പ്രശ്നമാണ്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനും ഉത്തരവാദിത്വമുണ്ട്, ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനും ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് നാളെ കോടതിയിൽ വരുമ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊരു വ്യക്തത വരും എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ആ വ്യക്തതയിൽ മാത്രം കാര്യങ്ങൾ അവസാനിക്കരുത്. വളരെ പെട്ടെന്ന് ആക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് സാഹചര്യങ്ങളുള്ളത്. അതിനകത്ത് മുൻകൈ 2 സർക്കാരുകളും എടുക്കേണ്ടതുണ്ട്. അത് എടുക്കാത്ത പക്ഷം വലിയ ജനകീയമായ പ്രതിഷേധങ്ങൾ രൂപപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പോലും ഞാൻ ഭയക്കുന്നു. കാരണം അത്രയേറെ അജിറ്റേറ്റഡ് ആണ് കേട്ടോ കേരളത്തിലെ ജനങ്ങൾ. ഈ മനുഷ്യർ അവിടെ കിടന്ന് ദുരിതം അനുഭവിക്കുമ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സാങ്കേതികത്വവും പറഞ്ഞിട്ട് കേസും വഴക്കുമായിട്ട് നടക്കുന്നു എന്ന് പറയുന്നതിനകത്ത് കേരളം അജിറ്റേറ്റഡ് ആണ്. കേരളത്തിൻ്റെ മനസ്സക്കാര്യത്തിൽ ഈ പറയുന്ന വയനാട്ടിലെ ദുരന്തം അനുഭവിക്കുന്ന മനുഷ്യർക്കൊപ്പമാണ്. ആ മനസ്സിനെ കാണണം, എത്രയും പെട്ടെന്ന് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. അതാണ് എൻ്റെ നിലപാട്. അതുകൊണ്ട് വയനാടിനെ വലയ്ക്കുന്നു എന്ന ചോദ്യത്തിൽ വയനാടിനെ വലച്ചുകൊണ്ടേയിരിക്കുന്നു. അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് എൻ്റെ മറുപടി. വയനാടിനെ പുനർനിർമ്മിക്കാനുള്ള ഫണ്ട് കേന്ദ്രം തരാത്തതിലും അതിനുവേണ്ടി കേരളം നിവേദനം സമർപ്പിച്ചത് വൈകിയെന്നും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് കേന്ദ്രവും കേരളവും. വയനാടിനെ വലയ്ക്കുന്നുവെന്നാണ് ചോദ്യം. സ്മൃതി, വയനാടിനെ വലയ്ക്കുന്നു എന്ന കാര്യത്തിലൊരു സംശയവുമില്ല. അതിൽ കേന്ദ്ര സർക്കാരിൻ്റെതായ പങ്കുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെതായ പങ്കുണ്ട്. നമുക്ക് ഓരോ ദിവസവും വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ നിവാസികളുടെ പ്രതികരണങ്ങൾ പല ായി വരുന്നുണ്ട്. അവരെങ്ങനെയൊക്കെ അനുഭവിക്കുന്നു, ഏതൊക്കെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ പൂർണ്ണമായും കേന്ദ്രത്തിന് മാത്രമാണ് ഉത്തരവാദിത്തമെന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ ഇപ്പോൾ ഈ തീയതികൾ സംബന്ധിച്ച തർക്കമാണ്. നവംബർ 13-നാണോ നൽകിയത് അതോ ഓഗസ്റ്റ് 17-നാണോ നിവേദനം നൽകിയത്? മന്ത്രി കെ രാജൻ പറയുന്നുണ്ട് ഓഗസ്റ്റ് 17-ന് കേന്ദ്രത്തിന് ആദ്യ മെമ്മോറണ്ടം നൽകുന്നു എന്നുള്ളത്. ആ കാര്യങ്ങൾ അന്ന് തന്നെ വ്യക്തമായതുമാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ LDF UDF MP-മാർ ഒരുമിച്ച് അമിത്ഷായെ പോയി കാണുമ്പോൾ അതിൽ ഒരുമിച്ച് തന്നെയാണ് ഈ വിഷയത്തിൽ ഇതുവരെയും നിന്നിട്ടുള്ളത്. അങ്ങനെ ഒരുമിച്ച് പോയി കാണുമ്പോൾ കേന്ദ്രമന്ത്രി പറയുന്നത് സമയം വേണം, ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം, ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്ത മറുപടിയിലാണ് ഈ പറയുന്നത് 3.5 മാസത്തിന് ശേഷമാണ് അസസ്മെൻറ്റ് മെമ്മോ നൽകിയിരിക്കുന്നത് സംസ്ഥാനം എന്നുള്ളത്. അപ്പോൾ അത്രയും വൈകിയിരിക്കുന്നു സംസ്ഥാനം. അപ്പോൾ അതിന്മേൽ ഞങ്ങൾ യോഗം ചേർന്ന് ആലോചിക്കാനെടുക്കുന്ന സമയം കൂടി വേണ്ടിവരും എന്നാണ് കേന്ദ്രം പറഞ്ഞിരിക്കുന്ന മറുപടി. അപ്പോൾ അത് എത്രത്തോളം ശരിയാണ്? ഈ തർക്കം അവിടെ തുടരുകയാണ്. അവിടെയാണ് കോടതി എന്ന് പറഞ്ഞിരിക്കുന്നത് കൃത്യമായ കണക്ക് എത്രയാണ് നമുക്ക് വേണ്ടത്, സംസ്ഥാനത്തിന് വേണ്ട കണക്ക് എന്താണ് എന്ന് നാളെ കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്തണം. അതോടൊപ്പം കേന്ദ്രം എത്ര തരുമെന്നും, കേന്ദ്രം തരുമെന്ന് പറയുന്നില്ല, തരുന്നില്ല എന്ന് പറയുന്നില്ല, പക്ഷേ തരുന്ന എത്രയായിരിക്കും എന്നുള്ള കാര്യത്തിൽ വ്യക്തത വേണം. ഇപ്പോൾ കേന്ദ്രം പറഞ്ഞിരിക്കുന്ന അടിയന്തര സഹായമായി ജൂലൈ 31-ന് 145.60 കോടി നൽകി.
ഒക്ടോബർ 10 അതിന് രണ്ടാം കോടി നൽകി 145.60 കോടി നൽകിയിട്ടുണ്ട് എന്നുള്ള കണക്കാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ BJP ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു വെള്ളപ്പൊക്ക ധനസഹായമായി 3000 കോടി നൽകിയതിൽ 2100 കോടി ലാപ്സാക്കി കളഞ്ഞിരിക്കുന്നു എന്നൊരു കാര്യം കൂടി അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ വെറുതെ തുക നൽകിയോണ്ട് കാര്യമില്ല, അത് ഉപയോഗിക്കുന്നില്ല സംസ്ഥാനം. അതാണ് കേരളത്തിൻ്റെ രീതി എന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ വിമർശനം. 2219 കോടി രൂപയുടെ സഹായമാണ് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നൊരാവശ്യം, അല്ലെങ്കിൽ തീവ്ര ദുരന്തത്തിൻ്റെ കാറ്റഗറിയിൽ പെടുത്തണം എന്നുള്ള ആവശ്യം സംസ്ഥാനം ആവശ്യപ്പെടുമ്പോൾ അത് പറ്റില്ല എന്നുള്ള മറുപടി എന്നാണ് വന്നത് എന്നുള്ളതും അതിൻ്റെ രാഷ്ട്രീയം വ്യക്തമാക്കുന്നതാണ്. വയനാട്ടിലെ തെരഞ്ഞെടുപ്പിന് ശേഷം അടുത്ത ദിവസമാണ് അത് ഇപ്പോൾ സാധ്യമല്ല എന്നുള്ള മറുപടി കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ അതിൽ രാഷ്ട്രീയം ആർക്കൊക്കെ എപ്പോൾ സഹായം നൽകുന്നു എന്നുള്ള വളരെ കൃത്യമാണ്. ഇവിടെ പ്രധാനമന്ത്രി വന്ന് എല്ലാവരെയും കണ്ട ശേഷം നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. നമ്മൾ വലിയ പ്രതീക്ഷയിലായിരുന്നു. മോദി തന്നെ പറയുന്നു പണത്തിൻ്റെ കാര്യത്തിൽ ഒരു സാങ്കേതികത്വവും നോക്കിയില്ല എന്ന്. ഇപ്പോൾ കോടതി തന്നെ പറയുകയാണ് ഈ സാങ്കേതികത്വം കൊണ്ട് വരരുതെന്ന്. അപ്പോൾ സാങ്കേതികത്വത്തിലാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം നിൽക്കുകയാണ്. ഇവിടെ NDRF സംഘം വന്നതിൻ്റെയും കോസ്റ്റ് ഗാർഡിൻ്റെ സംഘം വന്നതിൻ്റെയും വ്യോമസേനയുടെ ഹെലികോപ്റ്റർ തന്നതിൻ്റെ കണക്കൊക്കെ കേന്ദ്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ NDRF ഡയറക്ടർ ജനറൽ ഓഗസ്റ്റ് 7 മുതൽ 10 വരെ ഉണ്ടായി. അവരുടെ കാര്യങ്ങൾ നിരീക്ഷിച്ചിരുന്നു എന്നുള്ള കാര്യം കേന്ദ്രം വിശദമായി പറയുന്നുണ്ട്. ഇനിയിപ്പോൾ തീയതിയുമായി ബന്ധപ്പെട്ടല്ല, മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകിയ സഹായത്തിൻ്റെ കണക്കും ഇപ്പോൾ കോടതി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സിക്കിമിൻ്റെയും ഹിമാചലിൻ്റെയും കർണാടകയുടെയും തമിഴ്നാടിൻ്റെയും ഒക്കെ കാര്യം ഹൈക്കോടതി തന്നെ ചോദിച്ചിട്ടുണ്ട്. ഈ സംസ്ഥാനങ്ങൾക്കൊന്നുമില്ലാത്ത ഉപാധികൾ എന്തുകൊണ്ട് സംസ്ഥാനത്തിന്, കേരളത്തിന് എന്നുള്ള കാര്യം ചോദിക്കുന്നു. അപ്പോൾ ത്രിപുരയിൽ IMCT സന്ദർശനത്തിന് പോയപ്പോൾ തന്നെ 40 കോടിയുടെ സഹായം പ്രഖ്യാപിച്ചു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നോക്കൂ, തമിഴ്നാട്ടിൽ ഫിഞ്ചൽ ചുഴലിക്കാറ്റ് 2000 കോടി ആവശ്യപ്പെട്ടു, 994 കോടി ഇതിനകം തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ കണക്കൊക്കെ പെട്ടെന്ന് തന്നെ പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ കാര്യത്തിൽ ഈ മെമ്മറാണ്ടം വരുന്നത് അത് വൈകി എന്ന് പറയുന്നു. ആദ്യത്തെ മെമ്മറാണ്ടത്തിൽ ആ രൂപത്തിൽ പണം നൽകിയില്ല എന്ന് പറയുന്നു. ഇനി കേരളത്തിന് ചില പിഴവുകളൊക്കെ തുക ആവശ്യപ്പെടുന്ന കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇനിയും പഠിക്കുകയാണ്, കേന്ദ്രം പഠിക്കാനിരിക്കുന്നു. കേന്ദ്രത്തിൻ്റെ സമിതി പഠിച്ച ശേഷം എപ്പോഴാണ് ഈ തുക നൽകുക എന്നുള്ള കാര്യത്തിലും അറിയേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ദുരന്തമുണ്ടായ കുറേ ദിവസങ്ങളിലും സംസ്ഥാന സർക്കാർ കൃത്യമായി എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്ന് ചൂരൽമല മുണ്ടക്കൈ നിവാസികളോട് കൃത്യമായി പറയുന്നുണ്ടായിരുന്നല്ലോ. ആ ടൗൺഷിപ്പ് എന്നത് അവർ കാത്തിരിക്കുന്ന പദ്ധതിയാണ്. ആ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് ലീസിന് നൽകിയ എസ്റ്റേറ്റുകളിൽ നിന്ന് അത് ലീസ് കാലാവധി കഴിഞ്ഞ് അത് തിരിച്ചു പിടിക്കാനാകുമ്പോൾ അത് കോടതിയിലേക്ക് അവർ പോവുകയാണ്. അപ്പോൾ വീണ്ടും അതിനി കോടതി വ്യവഹാരങ്ങളിൽപ്പെട്ട് അത് വൈകുമോ എന്നുള്ള ആശങ്ക അവിടെ നിൽക്കുന്നു. അപ്പോഴാണ് പ്രതിപക്ഷം ഇനി ഞങ്ങൾ കാത്തു നിൽക്കുന്നില്ല, സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ഏത് രൂപത്തിൽ വരുന്നു എന്നതിന്. അപ്പോൾ അവർ അവരുടെ വഴിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ജനങ്ങളെ നോക്കൂ, അവിടുത്തെ ആളുകളുടെ പ്രശ്നം ഇപ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ്? ആ 3 വാർഡുകൾ ഉൾപ്പെട്ട എല്ലാവരെയും മാറ്റിപ്പാർപ്പിക്കുമെന്നുള്ള ഉറപ്പാണ് ആദ്യം കൊടുത്തിരുന്നത്. പിന്നീട് അത് മാറി പൂർണ്ണമായും വീട് തകർന്നവർക്ക് അല്ലെങ്കിൽ ഭാഗികമായി തകർന്നവർക്ക് മാത്രം എന്ന രൂപത്തിലായി മാറി. അതെങ്ങനെയാണ്? ഈ ജോൺ മത്തായി റിപ്പോർട്ട് വന്ന ശേഷമാണ്. അത് 30 മുതൽ 50 മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളവർക്ക് അവിടെ താമസിക്കുന്നതിൽ പ്രശ്നമില്ല എന്ന രൂപത്തിലാണ് റിപ്പോർട്ട് നൽകി. പക്ഷേ അവരെ സംബന്ധിച്ച് ആശങ്കയുണ്ടെന്നേ. 10-35 ലക്ഷത്തിന് വീട് വെച്ചവർ പോലും അവർക്ക് അങ്ങോട്ട് മടങ്ങിപ്പോകാൻ ഭയക്കുന്നുണ്ട്. വാടക വീട് എടുത്തു പോയവർ, സ്വന്തം നിലയ്ക്ക് പോയവരുണ്ട്. അങ്ങനെ വാടക സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്ന വാടക കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. ഈ ചികിത്സാ സഹായം ഒരുപാട് പേരുണ്ട്. പരിക്കേറ്റവർക്ക് തുടർ ചികിത്സാ സഹായം 134 പേർക്ക് വേണം. അതിൽ 52 പേർ, അപ്പോൾ അതിൽ 102 പേർ പുറത്തു നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ അനർഹർ കയറി കൂടിയിട്ടുണ്ട്. ഈ ക്യാമ്പുകളിൽ കയറിയ അനർഹരുണ്ട്, അവരിപ്പോഴും സഹായങ്ങൾ നേടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഒരു വിശദമായ അന്വേഷണം, അല്ലെങ്കിൽ ആർക്കാണ് യഥാർത്ഥത്തിൽ അർഹരായവർക്കാണോ കിട്ടുന്നത്, അല്ലെങ്കിൽ അർഹരായവർക്ക് മുഴുവൻ കിട്ടുന്നുണ്ടോ എന്ന പരിശോധന നടത്തേണ്ട സമയമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ 4ാമത്തെ മാസമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ 3.5 മാസം കഴിഞ്ഞിട്ടാണ് അന്തിമ നിവേദനം സമർപ്പിച്ചതെന്ന് കേന്ദ്രം പറയുമ്പോൾ സംസ്ഥാന സർക്കാരുമാകുന്നുണ്ട്, ഒപ്പം കേന്ദ്രമാകുന്നുണ്ട്. രണ്ടുപേരും ഒരേ രൂപത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇവർക്ക് കിറ്റ് കൊടുത്തതുമായി ബന്ധപ്പെട്ട ആ കിറ്റിൽ പുഴുവരിക്കുന്ന കിറ്റ് എന്നുള്ളൊരു വലിയ വാർത്ത നമ്മൾ നൽകിയതാണല്ലോ. മേപ്പാടി കുന്നംപറ്റ എന്ന സ്ഥലത്ത് അവിടുത്തെ ക്യാമ്പിൽ കഴിയുന്നവർക്കാണല്ലോ ആ രൂപത്തിൽ ഭക്ഷണം കിറ്റ് കിട്ടിയത്. ഇപ്പോൾ അവിടെ ഇപ്പോൾ കിറ്റേ കൊടുക്കേണ്ടെന്നായി. അവിടുത്തെ ആ പ്രശ്നത്തിന് ശേഷം ഇപ്പോൾ കിറ്റേ കിട്ടുന്നില്ല. അവർക്ക് ആ സഹായം അവിടെ നിലയ്ക്കുകയാണ്. അപ്പോൾ 2 രൂപത്തിലാണ് അവിടെ സംരക്ഷണ സമിതികളൊക്കെ പ്രവർത്തിക്കുന്നത്. സംരക്ഷണ സമിതികൾ തന്നെ 2 രൂപത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനത്തിൽപ്പെട്ട് 2 രൂപത്തിലായി പ്രവർത്തിക്കുന്നു. അവരിലേക്ക് അവർ ചിലരെയെങ്കിലും സ്വാധീനിച്ച് ആവശ്യങ്ങൾ വേറെ രൂപത്തിൽ, അതായത് രാഷ്ട്രീയം കളിക്കുന്നുണ്ട് അതിനകത്ത്. ആ വിഷയം ആ രൂപത്തിൽ കൈകാര്യം ചെയ്യേണ്ടതല്ല. അപ്പോൾ സംസ്ഥാന സർക്കാർ വളരെ ശ്രദ്ധയോടെ ഇടപെട്ടില്ലെങ്കിൽ വയനാട് ജനത പൂർണ്ണമായും സംസ്ഥാന സർക്കാരിനെതിരാവും. കാരണം ഇപ്പോൾ നോക്കൂ, ഇവിടെ വന്നിരിക്കുന്ന തുക
625.76 കോടി ഇവിടെ ഓരോരുത്തരും സാധാരണക്കാർ പാവപ്പെട്ടവരടക്കം കൊടുത്ത തുക അവിടെ സംഭാവന അവിടെ നിൽക്കുന്നുണ്ട്. ആ തുക വയനാടിന് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നൊരു ചോദ്യം അവിടെ ഉയരുകയാണ്. കേന്ദ്രത്തിൻ്റെ ഫണ്ട് കിട്ടിയില്ല അപ്പോഴും. അതുകൂടാതെ 1280 കോടി രൂപ വിവിധ സംസ്ഥാനങ്ങളായി കൊടുത്ത തുക അവിടെ നിൽക്കുന്നു. അതെപ്പോൾ ചെലവാക്കുമെന്നുള്ള 2000 കോടിയുടെയൊക്കെ പദ്ധതി അവിടെ പറയുമ്പോൾ അത് എത്ര വേഗത്തിലാക്കുന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ BJP പറയുന്ന ഒരു കാര്യം, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട് അവിടെ 445 കോടി രൂപയുണ്ട്. അതിൽ ഈ പറയുന്ന നൂലാമാലകളില്ല എന്ന് പറയുന്നു. ഇനിയിപ്പോൾ SDRFിൻ്റെ പണം എടുത്തുകൂടെ എന്ന് കേന്ദ്രം ആവർത്തിച്ച് പറയുമ്പോൾ കേന്ദ്രത്തിനും വിമർശനം ഏൽക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. അതിൻ്റെ മാനദണ്ഡപ്രകാരം ഒരു വീട് തകർന്നാൽ 1,30,000 രൂപയെ ചെലവഴിക്കാൻ പറ്റുള്ളൂ. കേരളത്തിൽ 1,30,000 രൂപയ്ക്ക് ഒരു വീട് വയ്ക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതിലപ്പുറം എത്ര തുക അതിൽ ഫണ്ടായി കിടക്കുമ്പോഴും അത് ആ രൂപത്തിൽ വീട് നിർമ്മാണത്തിന് കൊടുക്കാൻ പറ്റില്ല എന്നൊരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകെക്കൂടെ നൂലാമാലകളിൽ പെട്ട് കിടക്കുമ്പോൾ അവരെ സംബന്ധിച്ച് ചൂരൽമല മുണ്ടക്കൈ നിവാസികളെ സംബന്ധിച്ച് ഈ സാങ്കേതികത്വമൊന്നും അവരുടെ വിഷയമല്ല. അവരുടെ വിഷയം അവർക്ക് പഴയതുപോലെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൽ വളരെ വേഗത്തിൽ സംസ്ഥാന സർക്കാർ അതിനായി മുന്നോട്ട് പോയില്ല എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ഈ വിഷയത്തിൽ വയനാടിനെ വലയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വയനാടിനെ വലയ്ക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. ഞാനൊരു ഉദാഹരണം പറയാം. ജോഷിമഠ് എന്നുള്ളത് ഉത്തരാഖണ്ഡിലെ ഒരു മനോഹരമായൊരു പ്രദേശമാണ്. ആ പ്രദേശത്ത് ഈ വർഷം ആദ്യം ഒരു വലിയ പ്രളയമുണ്ടായി, വലിയ ഉരുൾപൊട്ടലുണ്ടായി. ആ ഉരുൾപൊട്ടലിനും പ്രളയത്തിനും ശേഷം വളരെ പെട്ടെന്ന് കേന്ദ്ര സർക്കാർ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിൽ നിന്ന് 1658 കോടി രൂപ ജോഷിമഠിന് അനുവദിച്ചു. 1658 കോടി രൂപ റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ പ്ലാനിൻ്റെ പരിധിയിൽപ്പെടുത്തിയാണ് കൊടുത്തിരിക്കുന്നത്. എന്താണിത്? ഇതാണിനി കേരളത്തിന് അനുവദിക്കാൻ പോകുന്നത്. കേരളത്തിന് അനുവദിക്കാൻ പോകുന്നത് റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ പ്ലാനിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തി. കാരണം പുതിയ ഗൈഡ് ലൈൻ അനുസരിച്ച് ഇനി NDRFിൽ നിന്ന് ഇത്തരം പാക്കേജുകൾ പ്രഖ്യാപിക്കണമെങ്കിൽ അത് റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ പ്ലാൻ പ്രകാരമാവണം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നേരത്തെ സ്മൃതി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, 3.5 വർഷം അല്ലെങ്കിൽ 3.5 മാസം എന്തുകൊണ്ടൊരു എസ്റ്റിമേറ്റ് കൊടുക്കാൻ അസസ്മെൻറ്റ് റിപ്പോർട്ട് കൊടുക്കാൻ നമ്മൾ വൈകി എന്നാണ് ചോദ്യം. അതാണ് അമിത്ഷാ ചോദിച്ചു എന്നതായിട്ട് നമ്മൾ പറയപ്പെടുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നത് ഓഗസ്റ്റ് മാസം 10-ാം തീയതിയാണ്. ഓഗസ്റ്റ് മാസം 10-ാം തീയതി റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ ഗൈഡ് ലൈൻ എന്നൊരു പദ്ധതിയില്ല. പകരം ഈ പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് ഓഗസ്റ്റ് മാസം 18-ാം തീയതിയാണ്. 14-ാം തീയതിയാണ്. 14/8/2024 റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ ഗൈഡ് ലൈൻ കൊണ്ടുവരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ് എന്നുള്ളത് ഓരോ ദുരന്തവും കഴിഞ്ഞതിന് ശേഷം അതാത് സംസ്ഥാനങ്ങൾ കൊടുക്കണം എന്നുള്ള ഗൈഡ് ലൈൻ കൊണ്ടുവരുന്നത് ഓഗസ്റ്റ് മാസം 14-ാം തീയതിയാണ്. അപ്പോൾ ഓഗസ്റ്റ് മാസം 14-ാം തീയതി കൊണ്ടുവരുന്ന ഗൈഡ് ലൈൻ പ്രകാരം അതിനു മുമ്പ് എങ്ങനെയാണ് നിങ്ങൾക്ക് PDNA കൊടുക്കാൻ പറ്റുക? ലോജിക്കലായ ചോദ്യമല്ലേ? ആ ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ PDNA വരണമെങ്കിൽ ആ നീഡ് അസസ്മെൻറ്റ് പൂർണ്ണമായിട്ടും കണ്ടെത്തണം. പക്ഷേ അതിന് മുൻപ് 10-ാം തീയതി വന്നിറങ്ങിയ പ്രധാനമന്ത്രി പറയുന്നത് എന്താണ്? കേരളത്തെ ചേർത്ത് നിർത്തുമെന്ന് പറഞ്ഞിട്ട് പറയുന്നു ഒരു മെമ്മോറാണ്ടം കൊടുക്കണമെന്നാണ് പറയുന്നത്. നമ്മളെല്ലാവരും ഒന്ന് ചർച്ച ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ്. വിശദമായൊരു മെമ്മോറാണ്ടം തരൂ എന്ന് കേരളത്തോട് ആവശ്യപ്പെടുകയാണ്. PDNA വേണമെന്നല്ല പറഞ്ഞത് പ്രധാനമന്ത്രി. കാര്യം അന്ന് PDNA വേണമെന്നും പ്രധാനമന്ത്രിക്ക് പറയാൻ പറ്റില്ല. കാരണം അന്ന് PDNA ഇല്ല. അപ്പോൾ ഇല്ലാത്ത PDNA വരുന്നതിന് മുമ്പ് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആദ്യത്തെ എൻ്റെ പോയിന്റ്. അതുകൊണ്ട് കേരളം അതിൽ വൈകിപ്പിച്ചു എന്നുള്ള ആർഗ്യുമെൻ്റ് ഇവിടെ റദ്ദാവും. രണ്ടാമത്തത്, ജോഷിമഠിന് കൊടുത്തത് ഒരു PDNAയും ഇല്ലാതെയാണ്. റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ ഗൈഡ് ലൈൻ വിൻഡോ പ്രകാരം NDRFിൽ നിന്ന് ഈ പണം കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന PDNA ഇല്ലാതെ എസ്റ്റിമേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. എസ്റ്റിമേറ്റ് കേരളം കൊടുത്തു. അതാണ് നേരത്തെ നിങ്ങൾ പറഞ്ഞ ഓഗസ്റ്റ് 17-ാം തീയതി കൊടുത്തിരിക്കുന്ന എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ആ എസ്റ്റിമേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ 2000 കോടി ആവശ്യപ്പെടുമ്പോൾ കേരളത്തിൽ വന്നു തന്നെ പഠിച്ച ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ മിനിസ്റ്റീരിയൽ കമ്മിറ്റിക്ക് ആ എസ്റ്റിമേറ്റിൻ്റെ പുറത്ത് PDNA വരുന്നതിന് മുമ്പ് തീരുമാനമെടുക്കാൻ സാധിക്കും. പക്ഷേ അത് ചെയ്തില്ല. അത് ചെയ്യാതെ PDNAക്ക് വേണ്ടി കാത്തിരുന്നു എന്ന സാങ്കേതികത്വമാണ് ഇന്ന് അമിത്ഷാ പ്രിയങ്ക ഗാന്ധിക്ക് കൊടുത്ത നിവേദനത്തിൽ പറയുന്നത്. അവിടെയാണ് ആ സാങ്കേതികത്വത്തിൻ്റെ ക്ലാരിറ്റി ഞാൻ വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ വൈകിപ്പിച്ചു എന്ന നിലപാട് ശരിയല്ല എന്നതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. 2, ജോഷിമഠിന് കൊടുത്തതുപോലെ, ആന്ധ്രയ്ക്ക് കൊടുത്തതുപോലെ, ബീഹാറിന് കൊടുത്തതുപോലെ, കേരളത്തിന് കൊടുക്കാൻ എന്തുകൊണ്ട് തമിഴ്നാടിന് കൊടുത്തതുപോലെ കേരളത്തിന് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ത്വരിതമായ വേഗതയിൽ ഈ പ്ലാൻ പ്രകാരം ഫണ്ട് കൊടുക്കാത്തത് എന്ന ചോദ്യമാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ 625 കോടി രൂപയുണ്ടല്ലോ, അതെടുത്ത് നിങ്ങൾക്ക് അവിടെ ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിച്ചൂടെ? സർ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നിലവിൽ ദുരന്ത നിവാരണത്തിനായി NDRFിൻ്റെയും SDRFിൻ്റെയും ഫണ്ടുണ്ട്. അതാണ് കേന്ദ്രത്തിലെ വാദം. അത് ശരിയുമാണ്.
ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം 384 കോടി രൂപ എങ്ങാണ്ട് അവിടെ കിടപ്പുണ്ട്. SDRF-ന്റെ ഭാഗമായി കിടപ്പുണ്ട്. 145 കോടി വീതം 2 ഘട്ടമായി കേന്ദ്രം തെളിവ് ചെയ്തിട്ടുണ്ട്. കൃത്യമായ കണക്ക് ഞാൻ പറയാം. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ SDRF-ൽ കൊടുത്തിരിക്കുന്ന പണം എന്ന് പറയുന്നത് 394 കോടി രൂപയാണ്. 394 കോടി. അതിൽ 145 കോടി ഇപ്പോൾ അടുത്തിടെ കേന്ദ്ര സർക്കാർ കൊടുത്തു. അതിന് തൊട്ട് മുമ്പ് 145 കോടി കൊടുത്തു. പക്ഷേ ഇത് ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഓരോ സംസ്ഥാനത്തിനും ആ സംസ്ഥാനത്തിൻ്റെ ഏതൊക്കെ പ്രദേശങ്ങളിൽ ദുരിതമുണ്ടെങ്കിലും അവിടേക്ക് വേണ്ടി ദുരന്ത നിവാരണത്തിന് വേണ്ടി, പുനരധിവാസത്തിനല്ല, റീകൺസ്ട്രക്ഷൻ അല്ല, റിക്കവറിക്കല്ല, ദുരന്തത്തിൻ്റെ നിവാരണത്തിന് വേണ്ടി മാത്രം കൊടുക്കേണ്ട തുകയാണ്. അത് പൂർണ്ണമായിട്ടും എടുത്ത് നമുക്ക് വയനാട്ടിൽ ചെലവഴിക്കാൻ കഴിയില്ല. അതാണെങ്കിൽ സ്റ്റേറ്റിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് വിധേയമാക്കേണ്ട ഒന്നാണ്. അവിടെയാണ് ഈ പറഞ്ഞ പോലെ കണക്കുകൾ വരുന്നത്. ഒരു വീട് 1,10,000 എന്ന കണക്കിലാണെങ്കിൽ വയനാടിന് 219 കോടി മതി. അതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്ന കണക്ക്. NDRF-ന്റെ ഗൈഡ് ലൈൻ അനുസരിച്ചാണ് വയനാടിനെ പുനർനിർമ്മിക്കുന്നതെങ്കിൽ 1,17,000 രൂപയുള്ള വീടായിരിക്കും കേരളത്തിലെ ഈ ചൂരൽമലയിലെ ആളുകൾക്ക് കൊടുക്കുന്നത്. ചൂരൽമലയിലെ മനുഷ്യർക്ക് അത് മതിയോ? അതാണ് ചോദ്യം. അങ്ങനെ മതിയെങ്കിൽ 219 കോടി മതി. അതിന് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ 695 കോടിയുണ്ട്. അതുകൊണ്ട് അത് നിർമ്മിക്കാൻ സാധിക്കും. പക്ഷേ നമ്മൾ വിഭാവനം ചെയ്യുന്നത് 2000 കോടിയുടെ വലിപ്പമുള്ള ഒരു ടൗൺഷിപ്പാണ്. ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന 2 എസ്റ്റേറ്റുകളാണ്. ആ ഏറ്റെടുത്തിരിക്കുന്ന എസ്റ്റേറ്റ് നെഗോഷിയേഷനുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഒരു വ്യവഹാരം കിടക്കുന്നു. ആ തുക സംബന്ധിച്ച് തർക്കം അവിടെ കിടക്കുന്നു. പക്ഷേ അത് അന്തിമ സെറ്റിൽമെൻറ്റിന് പോയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഇനി പണം ആവശ്യമാണെങ്കിൽ പണം കൊടുത്ത് ഏറ്റെടുത്തുകൊള്ളാം എന്നാണ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. അത് കോടതിയിൽ ഒരു ഉത്തരവിട്ടാൽ ആ പ്രശ്നം അവസാനിക്കും. അത് വളരെ വേഗം നടപ്പാക്കുമെന്നാണ് റവന്യൂ വകുപ്പ് മന്ത്രി പറയുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ ഇനി വ്യക്തതക്കുറവൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ കേന്ദ്രത്തിന് നിലപാട് നോക്കൂ. ഈ അപകടം നടക്കുന്ന, ഞാൻ 2 ഇൻസ്റ്റൻസ് പറയാം. അതിലൊന്ന്, ഈ അപകടം നടക്കുന്ന സമയത്ത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ 3 ശാസ്ത്രജ്ഞന്മാരെ സമീപിച്ചൊരു വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായിരുന്നു ആ വാർത്തയിലെ കണ്ടന്റ്? പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഈ ശാസ്ത്രജ്ഞന്മാരെ സമീപിച്ചത് ഈ ദുരന്തമുണ്ടായത് സംസ്ഥാനത്തിൻ്റെ ജാഗ്രത കുറവ് കൊണ്ടും നയപരമായ വൈകല്യം കൊണ്ടുമാണെന്നും പരിസ്ഥിതി മേഖലകളെ, ലോല മേഖലകളെക്കുറിച്ചുള്ള നേരത്തെയുള്ള മുന്നറിയിപ്പ് അവഗണിച്ചതിൻ്റെ ഭാഗമായിട്ടുമാണ് എന്ന് റിപ്പോർട്ട് തരാൻ ആവശ്യപ്പെട്ടാണ് ശാസ്ത്രജ്ഞന്മാരെ സമീപിച്ചിരുന്നത്. അങ്ങനെയൊരു റിപ്പോർട്ട് ആദ്യഘട്ടത്തിൽ വന്നിരുന്നു. രണ്ടാമത് വി മുരളീധരൻ ഈ ദുരന്തത്തെക്കുറിച്ച് പറഞ്ഞത് എന്താ? ചൂരൽമല മുണ്ടക്കൈ എന്ന് പറയുന്നത് 3 വാർഡുകൾ മാത്രമാണ്. ഒരു നാട് ഒലിച്ചുപോയി എന്നെങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുക എന്നാണ്. നോക്കൂ, 4000-ലധികം ആളുകളെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ ഡിസാസ്റ്ററാണ് അത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെയില്ല ഇത്രയും വലിയ രീതിയിൽ ആളുകളെ നഷ്ടപ്പെടുക, കാണാതാവുക, അതിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുക. ഒരു ഉരുൾപൊട്ടലിൽ സർവവും നഷ്ടപ്പെട്ട് ഒരു നാട് കരയുമ്പോൾ അത് നാടിന് സംഭവിച്ചൊരു ദുരന്തമല്ല എന്ന് മുൻ കേന്ദ്രമന്ത്രി പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. ഈ 2 ഇൻസ്റ്റൻസും അത് എങ്ങനെയാണ് ഈ ദുരന്തത്തെ കേന്ദ്രവും BJP-യും കാണുന്നത് എന്നതിനെ അടയാളപ്പെടുത്താൻ. അതുകൊണ്ട് വയനാടിനെ വലയ്ക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് വയനാടിനെ തീർച്ചയായും വലയ്ക്കുന്നുണ്ട്. കാരണം ഇനി സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്ന ഈ 384 കോടി കൊണ്ട് അവിടെ ചെയ്യാനൊന്നുമില്ല. കാര്യം നിലവിലുള്ള പ്ലാൻ അനുസരിച്ച് അവർക്കുള്ള മരിച്ചവർക്കുള്ള ധനസഹായം നൽകി കഴിഞ്ഞു. 8 ലക്ഷം രൂപ വീതമാണ് നൽകുന്നത്. കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും വിഹിതമടക്കമാണത് നൽകുന്നത് NDRF-ന്റെ ഫണ്ടിൽ നിന്നാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുക്കുന്നു എന്നാണ് ചോദ്യം. അതാണ് വാടക. ഈ പറയുന്ന 300 രൂപ വീതം ഒരു ദിവസം എന്ന നിലയിൽ 9,000 രൂപ ഒരു അംഗത്തിന് ഏൺ ചെയ്യുന്നൊരു അംഗമുണ്ടെങ്കിൽ ആ അംഗത്തിന് കൊടുക്കത്തക്ക രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ 3 അംഗങ്ങൾക്ക് കൊടുക്കത്തക്ക രീതിയിൽ അവിടെ 3 മാസത്തേക്കുള്ള ധനസഹായം കൊടുക്കാൻ പോകുന്നത്. ഇനി അത് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നാണ് ആവശ്യമെങ്കിൽ സർക്കാർ അത് പരിശോധിക്കുമായിരിക്കും. അത് ഇനി വരുന്ന ദിവസങ്ങളിലാണ്. വാടക കൊടുക്കുന്നത് 6,000 രൂപയോളം വാടക കൊടുക്കുന്നത് ഈ പറയുന്ന ഫണ്ടിൽ നിന്നാണ്. പക്ഷേ ഈ 600 കോടി കൊണ്ട് അവിടെ നമുക്കൊരു ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ കഴിയില്ല. ടൗൺഷിപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഇനിയും ഈ പണം ആവശ്യമുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട്, ഗൈഡ് ലൈനിൻ്റെ ഭാഗമായിട്ട് കേന്ദ്രത്തിൽ അപേക്ഷ നൽകിയിരിക്കുന്നതും ഈ PDNA നവംബർ 13-ാം തീയതി കൊടുത്തിരിക്കുന്നതും. ഇനി PDNA കൊടുത്തു, ആ PDNA കൊടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് സർക്കാർ കൊടുക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് വൈകിപ്പിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതൊന്ന്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, എസ്റ്റിമേറ്റാണ് ആദ്യം പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത്. ആ മെമ്മോറാണ്ടം നമ്മൾ കൊടുത്തു. 3, ഈ റീകൺസ്ട്രക്ഷൻ്റെ കാര്യത്തിൽ അത് നഷ്ടവും റീകൺസ്ട്രക്ഷൻ രണ്ടായിട്ട് കണക്കാക്കണം. ആക്ച്വൽ നഷ്ടമാണെങ്കിൽ 1,200 കോടിയേ ഉള്ളൂ എന്നാണ് സർക്കാരിൻ്റെ കണ്ടെത്തൽ. ഇനി അതുമല്ല, റീകൺസ്ട്രക്ട് ചെയ്യാൻ NDRF-ന്റെ പദ്ധതി പ്രകാരമാണെങ്കിൽ 219 കോടി മതി. പക്ഷേ അപ്പോൾ കിട്ടാൻ പോകുന്ന വീട് 1,19,000 ആയിരിക്കും. അവിടെയുള്ളവർക്ക് മറ്റ് സൗകര്യങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ അതല്ല നമ്മൾ വിഭാവനം ചെയ്യുന്നത്. ഒരു മാതൃകാപരമായ ടൗൺഷിപ്പ്, അവിടെ ഒരു സ്കൂൾ, അവിടെ ഒരു അമ്പലം, അവിടെയുള്ള ചെറു വ്യാപാരികൾക്കുള്ള ഷോപ്പുകൾ, അവിടെ ഒരു പ്രദേശത്തെ ചൂരൽമലയെ അപ്പാടെ തന്നെ പുനർനിർമ്മിക്കുക എന്ന് പറയുന്ന ഒരു യജ്ഞമാണ്. ആ യജ്ഞത്തിന് കേന്ദ്ര സർക്കാർ അകമഴിഞ്ഞ് സഹായിക്കേണ്ടതുണ്ട്. മിനിമം ജോഷിമഠ് എന്ന് പറയുന്നൊരു പ്രദേശം, വളരെ കുറച്ച് ആളുകൾ താമസിച്ചിരുന്നൊരു പ്രദേശം, ആ പ്രദേശത്തെ
റീകൺസ്ട്രക്ട് ചെയ്യാൻ 1658 കോടി രൂപയുടെ പദ്ധതി, അതിൽ 1079 കോടി രൂപയും കേന്ദ്ര സർക്കാരിൻ്റെ NDRFിൻ്റെ റീകൺസ്ട്രക്ഷൻ ആൻഡ് റിക്കവറി വിൻഡോയിലൂടെയാണ് ലഭ്യമാവുന്നത്. തത്തുല്യമായ തുകയെങ്കിലും കേരളത്തിന് കേന്ദ്രം അനുവദിക്കണം എന്നുള്ളതാണ് വയനാട്ടിലെ മനുഷ്യർക്ക് വേണ്ടി നമുക്ക് പറയാനുള്ളത്. അത് അക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള കാലതാമസവും വരുത്തരുത്. അവിടെ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ ഒഴിച്ച് ബാക്കിയെല്ലാം ആ നാടിനെ പുനർനിർമ്മിച്ചെടുക്കേണ്ടതുണ്ട്. ആ നാട് അത്രമേൽ ഉലഞ്ഞു പോയതാണ്. അതുകൊണ്ട് ഇനിയും ഈ കേസും കൂട്ടവും നൂലാമാലകളും പരസ്പരമുള്ള പോരടിക്കളും അവസാനിപ്പിച്ച് ഒരു നാടിനെ തിരികെ ജീവൻ കൊടുത്ത് നടത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ വയനാടിനെ വലയ്ക്കുന്നു എന്ന ചോദ്യത്തിന് തീർച്ചയായും വയനാടിനെ വലയ്ക്കുന്നു എന്നാണ് എൻ്റെ ടേക്ക്. ഒരു ഇടവേളയ്ക്ക് ശേഷം വയനാടിനെ വലയ്ക്കുന്നു എന്നാണ് ചോദ്യം. സുജയ, വയനാടിനെ വലച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ വലയ്ക്കൽ തുടങ്ങിയിട്ട് 4 മാസവും 6 ദിവസവുമായി. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഡിസംബർ 6-ാം തീയതിയാണ്. ഇത്രയും ദിവസവും ഇത്രയും വലിയൊരു കാലപരിധിയിൽ ആ മനുഷ്യർ എവിടെയാണ് ഇരിക്കുന്നത് എന്നതുകൂടി ഓർത്ത് വേണം നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ. സ്വന്തമായി വലിയ വീടും വാഹനങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന, ശരിക്കും ഒരു വെൽ സെറ്റിൽഡായിട്ട് ജീവിച്ചിരുന്ന മനുഷ്യരാണ് ഈ അപകടത്തിൽ പെട്ടുപോയത് എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഈ അപകടം ഉണ്ടായ മേഖല എവിടെയാണ്? അവിടെ ഉണ്ടായിരുന്ന അവശിഷ്ടങ്ങളൊക്കെ നമ്മളൊക്കെ നേരിട്ട് കണ്ടതാണ്. വലിയ വീടുകൾ, വാഹനങ്ങൾ, വില കൂടിയ വാഹനങ്ങൾ, അതൊക്കെയുള്ള ആളുകൾക്കാണ് അതെല്ലാം ഒറ്റ രാത്രി കൊണ്ട് നഷ്ടമാകുന്നത്. ആ രാത്രിക്ക് ശേഷമുള്ള പകലുകളിൽ അവർ ഈ ദുരന്തം വീണ്ടും കാണാനായി, അതായത് ദുരന്തമുണ്ടായ മേഖല, തങ്ങളുടെ വീടിരുന്ന ഇടം, അവിടേക്കൊക്കെ വീണ്ടും വന്ന് ഹൃദയം തകർന്നവർ പോകുന്നതുമൊക്കെ നമ്മൾ കണ്ടവരാണ്. ഇതെല്ലാം സർക്കാരും കണ്ടതാണ്, കേന്ദ്രമായാലും സംസ്ഥാനമായാലും. ഇതെല്ലാം കണ്ടിട്ട് ഇത്രയും നാൾ എന്തുകൊണ്ടാണ് ഇതൊരു ലോങ് പെൻഡിങ് ഇഷ്യൂ ആക്കി വെച്ചിരിക്കുന്നത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. നമുക്ക് കിട്ടേണ്ട സഹായങ്ങൾ കിട്ടേണ്ട സമയത്ത് കിട്ടണം. ദാഹിക്കുമ്പോഴാണ് വെള്ളം കൊടുക്കേണ്ടതെന്ന് പറയും. ഇവിടെ എന്ന് വെച്ചാൽ 4 മാസം കഴിഞ്ഞിട്ടും കണക്കിനെ ചൊല്ലിയുള്ള തർക്കമാണ്. എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതെങ്കിലും പറയാം. സ്റ്റേറ്റ് എന്താണ് ചെയ്തു തുടങ്ങിയത്? ഈ കേന്ദ്രത്തിൽ നിന്ന് തുക വന്നു കഴിഞ്ഞാലുടൻ പുനരധിവാസം നടപ്പാക്കുന്നതിനായിട്ടുള്ളൊരു രൂപരേഖയായിട്ടുണ്ടോ? ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറായിട്ടുണ്ടോ? ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് അമിത്ഷാ കയ്യിലേക്ക് 100 രൂപ കൊണ്ടുവന്ന് വെച്ച് തരുമൊന്നും വേണ്ടല്ലോ. എന്താണ് സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളത് എന്നതുകൂടി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. എവിടെയാണ് ഈ പുനരധിവാസം നടപ്പാക്കാൻ പോകുന്നത്? നമ്മളടക്കം ടൗൺഷിപ്പ് എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയും അതിനായിട്ടുള്ള ഒരു പദ്ധതി ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് വില്ലിങ്നെസ് അറിയിച്ചപ്പോഴാണ്, ഈ ദുരന്തമുണ്ടായി 4-5 ദിവസം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ചെയർമാൻ അങ്ങനെ ഒരു ഓഫർ മുന്നോട്ട് വയ്ക്കുന്നത്, സ്റ്റേറ്റിന് മുന്നിൽ അത് കൈമാറുന്നത്. മാത്രമല്ല സാലറി ചലഞ്ച് അടക്കം നടത്തിയ സ്ഥാപനമാണ് നമ്മുടേത്. അതുപോലെ ഈ ദുരന്ത ഉണ്ടായതിന് ശേഷം ആ ദുരന്ത ബാധിതരുടെ ദുഃഖം അകറ്റുന്നതിന് ആവുന്നതുപോലെ ആളുകളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ കോൺട്രിബ്യൂട്ട് ചെയ്ത തുക എവിടെയാണ്? ആ തുക ഉപയോഗിച്ച് ആർക്കെങ്കിലും ഒരു ബക്കറ്റ് മഗ്ഗുമെങ്കിലും വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? എന്താണ് അവിടെ ചെയ്തത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. വയനാടിനായിട്ട് കൊടുത്ത സഹായമാണ്. അവിടെ ഈ ബാക്ക് ടു ഹോം കിറ്റുകൾ വരെ സ്പോൺസർ ചെയ്യുന്നതിനായിട്ടുള്ള ലിസ്റ്റാണ് കളക്ടർ ഇറക്കിയത്. അതനുസരിച്ചുകൊണ്ട് ഇഷ്ടം പോലെ സഹായം വന്നു. ആ വന്ന സഹായമൊക്കെ കൂട്ടിയിട്ടത് എവിടെയാണ് എന്നത് നമ്മൾ കണ്ടതാണല്ലോ. ആ കൂട്ടിയിട്ട ഭക്ഷണ സാധനങ്ങൾ പുഴുവരിച്ച് കൂടിക്കിടക്കുന്നത് എവിടെയാണ് എന്നത് നമ്മൾ കണ്ടതാണ്. കൃത്യമായ ഒരു രൂപരേഖയോടുകൂടി ഈ ദുരന്ത ബാധിതരുടെ കാര്യത്തിൽ എവിടെയൊക്കെ ഇടപെട്ടിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ, രക്ഷാപ്രവർത്തനത്തിന് എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തി. അത് കേന്ദ്രമായാലും സംസ്ഥാനമായാലും രക്ഷാപ്രവർത്തനത്തിൻ്റെതായ ആ 7 ദിവസങ്ങൾ, പിന്നീട് അങ്ങോട്ട് ശരീരഭാഗങ്ങൾ കണ്ടെടുക്കുന്ന കാര്യങ്ങൾക്ക് എല്ലാത്തിനും ആ സമയത്ത് ഉണ്ടായതിന് അപ്പുറം ഒരു ഓഗസ്റ്റ് 10-ാം തീയതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ സന്ദർശനം നടത്തി പോകുന്നത്. ആ 10 ദിവസങ്ങൾക്ക് ശേഷം പിന്നീട് എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. വയനാടിന് വേണ്ടി ഇപ്പോൾ ഇന്ന് ഡിവൈഎഫ്ഐയുടെ ധനസമാഹരണം അവർ അത് പബ്ലിസൈസ് ചെയ്തു. 20 കോടി പ്ലസ് ആണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. 25 വീടുകളായിരുന്നു അവർ വെച്ചിരുന്നത്. പക്ഷേ അതിൽ കൂടുതൽ നിർമ്മിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് പറയുന്നു. ലീഗ് ചെയ്യുന്നു, സേവാഭാരതി ചെയ്യുന്നു, മറ്റ് സന്നദ്ധ സംഘടനകൾ ചെയ്യുന്നു. എല്ലാവരും സ്വന്തം നിലയ്ക്ക് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. വയനാട്ടിൽ വീടുകളൊക്കെ വെച്ച് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അതെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും കണ്ണ് തുറപ്പിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ ബോധ്യം. ഇപ്പോഴും ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഞങ്ങളുടെ ക്ലാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കയ്യും കെട്ടി കോടതിയിൽ പോയി നിൽക്കുന്ന കേന്ദ്രത്തെയും സംസ്ഥാനത്തെയും അല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓഗസ്റ്റ് 17-നാണ് ഞങ്ങൾ സമർപ്പിച്ചത്. അപ്പോൾ ആ സമർപ്പിച്ച ഡോക്യുമെൻ്റ് അല്ല. അതിനുശേഷം ഇപ്പോൾ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ ഇവിടെ കൊടുക്കേണ്ടത് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻ്റ് ആണ്, PDNA ആണ് എന്ന് പറയുന്നു. അപ്പോൾ ഓഗസ്റ്റ് 14-ന് വന്ന ആ ഒരു മാറ്റം അനുസരിച്ചുകൊണ്ട് പിന്നീട് അത് കൊടുക്കുന്നത് എപ്പോഴാണ്? ഓഗസ്റ്റ് 14-ന് എന്നല്ലേ ഡോക്ടർ അരുൺ പറഞ്ഞത്? അപ്പോൾ ഓഗസ്റ്റ് 14-ന് പറഞ്ഞു PDNA വേണമെന്ന്. അത് തയ്യാറാക്കി കൊടുക്കുന്നത് നവംബർ 13-നാണ്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 3 മാസം അവിടെയും എടുത്തു.
3 മാസത്തെ സമയം വേണോ ഒരു പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് തയ്യാറാക്കാൻ? സ്വാഭാവികമായിട്ടും 90 ദിവസത്തെ സമയം. അതാ എല്ലായിടത്തും സമയമെടുത്ത്. ശരി, പുതിയ പ്ലാൻ ആണെങ്കിലും ദുരന്തം പഴയത് തന്നെയാണല്ലോ. ദുരന്തമുണ്ടായതിന്റെ വിശദമായ മെമ്മോറാണ്ടം തയ്യാറാക്കി കൊടുത്തിട്ടുണ്ടെന്നാണല്ലോ അവകാശപ്പെടുന്നത്. അവിടെയും സമയപരിധി എന്ന് പറയുന്നത് കൂടുതൽ എടുത്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. 90 ദിവസം എന്നൊക്കെ പറയുന്നത് ദുരന്തബാധിതരെ മുൻനിർത്തിക്കൊണ്ട് ഇതിപ്പോൾ നമ്മൾ ഒരു പദ്ധതി നടപ്പാക്കുന്ന, ഇപ്പോൾ സ്മാർട്ട് സിറ്റിയൊക്കെ 13 കൊല്ലം ഇഴച്ചിട്ടിട്ട് അവസാനിപ്പിക്കുന്നത് പോലെയല്ല. ഇത് ദുരന്തബാധിതരായ, വീടില്ലാതായ, വസ്തുവകകൾ ഇല്ലാതായ, ഉപജീവനോപാധികൾ ഇല്ലാതായ മനുഷ്യരുടെ കാര്യമാണ്. അതിന് ഈ ഫയൽ ഇങ്ങനെ പതുക്കെ അനക്കി കൊണ്ടുപോയിട്ടൊന്നും ഒരു കാര്യവുമില്ല. 2 ഭാഗത്തും വീഴ്ചയുണ്ട് എന്നതാണ് ഈ വിഷയത്തിൽ എൻ്റെ പക്ഷം. ഇതിൽ 2219 കോടിയുടെ ധനസഹായം ആവശ്യപ്പെട്ടത് നവംബർ 13 എന്നുള്ളത് അമിത്ഷാ പ്രിയങ്ക ഗാന്ധിക്ക് കൊടുക്കുന്ന റിപ്ലൈ ആണ്. അതോടൊപ്പം തന്നെ കോടതിയിലും അറിയിക്കുന്നത് ഇതേ കാര്യമാണെങ്കിൽ, പ്രിയങ്ക ഗാന്ധിക്കും ഹൈക്കോടതിക്കും കൊടുത്തിരിക്കുന്നത് ഒരേ മറുപടിയാണെങ്കിൽ നാളെ അത് കോടതിയിൽ വരുമ്പോൾ നമുക്കതിൽ കുറച്ചുകൂടി ക്ലാരിറ്റി ലഭിക്കും. ഈ അസസ്മെന്റ് മെമ്മോ നൽകാൻ 3.5 മാസം വൈകി, അല്ലെങ്കിൽ പുതിയ നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് കൊണ്ടുള്ള മറുപടി നൽകാൻ വൈകി എന്നുള്ളത് കോടതിയെ ബോധിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കോടതി അക്കാര്യം കണക്കിലെടുക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇവിടെ മന്ത്രി കെ രാജൻ പറയുന്നുണ്ട്, ഓഗസ്റ്റ് 9 മെമ്മോറാണ്ടം തയ്യാറാക്കി അത് 17 കേന്ദ്രത്തിന് നൽകി. അപ്പോൾ അതനുസരിച്ച് കൊണ്ടുള്ള സഹായം കൊടുക്കാത്തത് എന്താണ്, അല്ലെങ്കിൽ അതല്ല വേണ്ടത് എന്ന് എപ്പോഴാണ് പറഞ്ഞത്? അക്കാര്യത്തിലും കേന്ദ്ര സർക്കാരാണ് ക്ലാരിറ്റി വരുത്തേണ്ടത്. എന്തായാലും ഈ ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം IMCT ഓഗസ്റ്റ് 2 രൂപീകരിച്ചിട്ടുണ്ട്. ജൂലൈ 30 അപകടത്തിൽ ഓഗസ്റ്റ് 2 ഈ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. 8 മുതൽ 10 വരെയാണ് ആ ടീം ദുരന്ത മേഖലയിൽ പോയി സന്ദർശനം നടത്തിയത്. അവരുടെ സന്ദർശനം അവസാനിക്കുന്ന ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വന്ന് അവിടെ സന്ദർശനം നടത്തുന്നത്. നേരത്തെ നിശ്ചയിച്ചതിനേക്കാൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നു. പ്രധാനമന്ത്രി വന്നു പോയിട്ട് എന്തുകൊണ്ട് സഹായം ഇതുവരെ കൊടുത്തില്ല എന്ന ചോദ്യം പ്രസക്തമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. കാരണം ദുരന്ത ബാധിതരോട് സ്റ്റേറ്റും സെൻറ്ററും ഒരേ രീതിയിൽ തന്നെ ഒരു കാലവിളംബം വരുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊരു വസ്തുതയാണ്. അതിൽ ഒരു ഭാഗത്ത് മാത്രമാണ് പഴിയെന്ന് നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. ദുരന്ത ബാധിതരെ വേണ്ട രീതിയിൽ ടേക്ക് കെയർ ചെയ്തിട്ടില്ല, അത് വ്യക്തമാണ്. അക്കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കും ഹൈക്കോടതിയിൽ നിന്ന് ഈ കണക്കുകൾ കൊണ്ടുവരാൻ പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അടിയന്തര സഹായമായി 2 ഘട്ടത്തിലായി 145.6 കോടി വീതം 2 ഘട്ടത്തിൽ നൽകിയിട്ടുണ്ട് എന്നത് പറയുന്നു. പക്ഷേ പൂർണ്ണമായ ധനസഹായം, വീടുകൾ, അവർക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സൗകര്യങ്ങൾ, അതെല്ലാം ചേർക്കുന്ന ഒരു പാക്കേജ് എപ്പോഴാണ് ആ മനുഷ്യരുടെ കയ്യിലേക്ക് കിട്ടുക, അവരുടെ വീടുകളിലേക്ക് കിട്ടുക? ഈ 300 രൂപ വീതം വീട്ടിലെ 2 പേർക്ക് വർഷങ്ങളോളം കൊടുത്തുകൊണ്ടിരുന്നിട്ടൊന്നും അവർക്ക് കാര്യമില്ല. അതിനേക്കാൾ കൂടുതൽ ഡെയിലി വരുമാനം ഉണ്ടായിരുന്ന മനുഷ്യരാണ് ഇപ്പോൾ ഈ താൽക്കാലികമായിട്ടുള്ള താമസ സ്ഥലങ്ങളിലേക്കൊക്കെ പോയിരിക്കുന്നത് എന്നത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പിന്നെ വാടക കൊടുക്കുന്നു എന്ന് പറഞ്ഞത്, വാടക കിട്ടാത്തവരൊക്കെ നമ്മുടെയൊക്കെ ക്യാമറയ്ക്ക് മുന്നിൽ തന്നെ വന്ന് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ പറഞ്ഞ ധനസഹായം വൈകിയതിനെ പറ്റി അവർ വന്ന് പറയുന്നുണ്ട്. കാലികളെ വളർത്തുന്നതിന് അങ്ങനെ പല കാര്യങ്ങൾക്കായി പ്രഖ്യാപനമുണ്ടായിട്ടും അത് വേണ്ട രീതിയിൽ നടപ്പായിട്ടില്ല എന്ന് ഓരോ ചാനലിന് മുന്നിലും ക്യാമറയ്ക്ക് മുന്നിലും വന്ന് വീണ്ടും ഇവർക്ക് പറയേണ്ടി വരികയാണ്. അത് അവരുടെ ഒരു ഗതികേടാണ്. അപ്പോൾ ആ ഗതികേടിനെ ചൂഷണം ചെയ്യുകയല്ല, അവിടെ ഒരു നടപടിയെടുക്കൽ ആണ് സ്റ്റേറ്റ് ആയാലും സെൻറ്റർ ആയാലും ചെയ്യേണ്ടത്. ഇവിടെ പുനരധിവാസത്തിന് എത്ര പണം വേണം, ആ പുനരധിവാസത്തിനുള്ള പണം നിങ്ങൾ എങ്ങനെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അത്രയും പറഞ്ഞാൽ മതി. അല്ലാതെ ഈ ലെയിം എക്സ്ക്യൂസസ് വീണ്ടും പറഞ്ഞ് ഞങ്ങൾ കണക്ക് കൊടുത്തു, ഞങ്ങൾ അന്നേ കൊടുത്ത കണക്കാണ്, ആ കണക്ക് ശരിയായ കണക്കാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കണക്ക് പറയുന്നത് നിങ്ങൾ ആരോടാണ്? ദുരന്തത്തിലെല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരോടാണ്. അവരുടെ മുഖത്ത് നോക്കി ഇങ്ങനെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ തിരിച്ചു ചോദിക്കും, നിങ്ങളുടെ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി ഞങ്ങളുടെ ജീവിതം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എടുത്ത് വിലക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യം ആ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് ഇനിയും കേട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നാട് മുഴുവൻ ചോദിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. അതായത് ചൂരൽമല, മുണ്ടക്കൈ, ആ 3 വാർഡ് എന്നൊക്കെ പറയുന്നവർ ഓർക്കേണ്ടത് ആ ഒരു 3 വാർഡിനെ പൂർണ്ണമായും മലയാളി എവിടെയുണ്ടോ അവിടെയൊക്കെയുള്ള മലയാളി ഏറ്റെടുത്തതാണ്. ഇന്ത്യയിലെ തന്നെ ഈ വർഷത്തെ 2024 ഞാൻ ആ കണക്കൊന്നെടുത്ത് നോക്കിയപ്പോൾ ഇന്ത്യയിലെ തന്നെ ഈ ഫെഞ്ചാൽ അടക്കം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന്, ഈ 2024 കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായി ഈ വയനാട് ലാൻഡ് സ്ലൈഡും അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. 10 എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ 3 വരുന്നത് വയനാട് ലാൻഡ് സ്ലൈഡാണ്. അതുകൂടി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ആ ദുരന്ത ബാധിതർക്കായിട്ടുള്ള പാക്കേജ് തയ്യാറാക്കുന്നതിലായാലും ഒക്കെ കാര്യങ്ങൾ ചെയ്യാൻ. എന്തായാലും അവർക്കാവശ്യമായ സഹായം ലഭ്യമാക്കുന്നതിൽ പൂർണ്ണ പരാജയമാണ് കേന്ദ്രമായാലും സംസ്ഥാനമായാലും. കാരണം 4 മാസവും 6 ദിവസവും പിന്നിടുമ്പോഴും നമുക്ക് ആദ്യഘട്ടത്തിൽ പറഞ്ഞതൊക്കെ വീണ്ടും പറയേണ്ടി വരുന്നു എന്നുള്ളത് കൃത്യമായി കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നതിൻ്റെ സൂചന തന്നെയാണ്. അത് കോടതി കണക്കിലെടുക്കും. കൃത്യമായ കണക്ക് ചോദിക്കുന്നതും അതുകൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വയനാടിനെ വലയ്ക്കുന്നുണ്ട് സ്റ്റേറ്റും സെൻറ്ററും. എനിക്കൊരൊറ്റ ചോദ്യമേ ഉള്ളൂ. ജോഷിമഠ് PDN കൊടുത്തോ? ജോഷിമഠ് കൊടുക്കാതെ 1688 കോടി രൂപ അനുവദിച്ചത് എന്തുകൊണ്ട് കേരളത്തിൻ്റെ കാര്യത്തിൽ നടപ്പായില്ല? ആന്ധ്രാപ്രദേശിന് 11,500 കോടി രൂപയാണ് ബഡ്ജറ്റിൽ നീക്കിവെച്ചത് പ്രളയം നേരിടാൻ. ബീഹാറിന് കൊടുത്തത് എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ കാര്യത്തിൽ മാത്രം ആദ്യം മെമ്മോറാണ്ടം വേണമെന്ന് പറയുന്നു, മെമ്മോറാണ്ടം കൊടുത്തു കഴിയുമ്പോൾ PDN വേണമെന്ന് പറയുന്നു, രണ്ടും കൊടുത്തു കഴിഞ്ഞിട്ടും എത്ര കണക്കാണെന്ന് പറയുന്നില്ല?
അതെന്തുകൊണ്ടായിരിക്കും കേന്ദ്രം ഈ വിവേചനം കാണിക്കുന്നത്? 3 വാർഡല്ലേ ഒലിച്ചു പോയിട്ടുള്ളൂ എന്നുള്ളത് തന്നെ സമീപനത്തിന്റെ സൂചനയാണ്. അതാണ് എൻ്റെ ചോദ്യം. അത് അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ എവിടെയാണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത് എന്നല്ലേ കാണേണ്ടത്. വീഴ്ച വിവേചനമാകുമ്പോഴാണ് പ്രശ്നം. സ്വാഭാവികമായിട്ടുള്ള വീഴ്ചയാണെങ്കിൽ നാളെ മറ്റന്നാളെ നമുക്ക് പരിഹരിക്കാം. പക്ഷേ ഇത് വിവേചനത്തോടു കൂടിയുള്ള പെരുമാറ്റമാണ് വയനാടിനെ വലയ്ക്കുന്നതെന്നാണ് എൻ്റെ ടേക്ക്. അപ്പോൾ 4 പേരുടെയും അഭിപ്രായം വയനാടിനെ വലയ്ക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. Meet the editors.